പ്ലക്കമ്മേ നിന്നെ കാണാൻ പ്ലക്കിനായി ആളുകൾ വന്നു. ജോസഫേ എന്തുകൊണ്ടത് കേട്ടൂടെ പാട്ട്? ഒരു യൂട്യൂബർ എടുത്ത് വെച്ചിട്ട് ഈ പ്ലക്കമ്മേ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അയാളോട് ഒരു വിരോധമുണ്ട്. അങ്ങനെയല്ല ആ പാട്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ചോ. പ്ലക്കമ്മേ നിന്നെ കാണാൻ പ്ലക്കിനായി ആളുകൾ വന്നു, അങ്ങനെ പാടണം. അതാണ് പാട്ട്. അല്ലാണ്ട് ഉണ്ട് എന്നല്ല പാടേണ്ടത്. മൊത്തം പ്ലക്കത്തികളാ. ഈ പ്ലക്കത്തികളോട് കൂടെ ഞാൻ കിടന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. കൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള 1/1 ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, എവിഡൻസ് ഒക്കെ ഞാൻ വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്ലക്കമ്മ ഇപ്പൊ വന്ന് ചാടിയതിന്റെ റീസൺ പ്ലക്കമ്മയുടെ ചാനലൊക്കെ ചത്ത് കിടക്കിയത്. അപ്പൊ പ്ലക്കമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ചാനൽ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞത്. വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് മരിച്ചു കിടന്ന് പ്ലക്കമ്മ യൂണിവേഴ്സിന് മറുപടി കൊടുക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് സമാധാനമായി. ഇതൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എല്ലാവരും എടുത്ത് പറഞ്ഞു. എനിക്ക് പിന്നെ കണ്ടന്റ് വേണ്ടി ലേശം കൂടുതലാണ്. പ്ലക്കമ്മ യൂണിവേഴ്സിലെ പ്ലക്ക് തള്ള വന്നിട്ടുണ്ടായിരുന്നു. പ്ലക്ക് തള്ളക്ക് നല്ല രീതിയിൽ എല്ലാവരും നല്ല മറുപടി കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഫേസ്ബുക്ക് കോളികൾക്ക് ഇതുവരെ കാര്യം പിടിയിട്ടില്ല. അവർ പറയുന്നത് ഞാൻ കണ്ട് മുങ്ങി, എനിക്കെന്തോ സംഭവിച്ചു എന്നാണ്. പ്ലക്കമ്മ പറഞ്ഞ കുറെ അധികം കാര്യങ്ങൾ എടുത്ത് വെച്ച ആളുകൾ കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് ഇവരുടെ ഒരു കുറവുകൾ, അവൾ ചെറുതാണെന്നും അവളുടെ സാധനം ചെറുതാണെന്നും. അല്ല, അതാണ് ഇപ്പൊ പ്രശ്നം. വട ചെറുത് എന്നുള്ളതായിരുന്നല്ലോ ആകെ പ്രശ്നം. ഇവിടെ ചെറുതും വട ചെറുത് നല്ലതാണ് എന്നൊക്കെ അല്ലായിരുന്നു സംസാരം. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലക്കമ്മ ഒരു സപ്പോർട്ടീവ് സാധനം ഇട്ടു, അത്ര തന്നെ. ഞാൻ പറഞ്ഞത് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഇതെന്താ ഇത് പ്ലക്കമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതെന്താ നടക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നത്. കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി ഈ പറയുന്ന വടയുടെ കൂടെ നടക്കുന്ന എല്ലാവരും വടയെ വിൽക്കാൻ നടക്കുന്നവരാണ്. അതിൽ പ്ലക്കമ്മ നമ്പർ 1. പ്ലക്കമ്മ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കക്കാരിയാണ്. 2 ചിന്നക്കടവടി, എന്റെ പൊന്നോ, അവളാണ് ഏജന്റ്. സബ് ഏജന്റ് ആണ്. മെയിൻ ഏജന്റ് മറ്റതാണ്. ഗൾഫിൽ കണ്ട പോയി കിടക്കില്ല. എന്തിനാ എന്നെ മുട്ടയിടുന്ന പറയുന്നത്. എനിക്കെതിരെ പറഞ്ഞത് മണിനാഥം ഇറക്കി കൊണ്ട് നടക്കുന്ന ജാസി പറഞ്ഞതിന്റെ കാലികളെയാണ്. അതേപോലെ വേറെ വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അവളുടെ പേര് എനിക്കറിയത്തില്ല, ഓർമ്മയില്ല. ജാസ്മിൻ ജാഫറിനെ കുഴി ചാടിച്ച ഒരു ട്രാൻസ് ഉണ്ടല്ലോ, ആ പെണ്ണല്ല ആണ്. അതല്ല ഉദ്ദേശം. ആണത് ആണ്. ഇത് 2 എണ്ണം. പിന്നെ നിത്യ കല്യാണി എന്ന് പറയുന്ന ഒരു എന്തിരച്ചി ഉണ്ടല്ലോ, 2 കെട്ടൊരെണ്ണം. അത് ഈ 3 ട്രാൻസ് ആണ് വന്നത്. അപ്പം വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. സിംഗിളാതാൻ വരും, പന്നിങ്കതാൻ കൂട്ടമാ വരും. അതാണ് നിങ്ങൾ അപ്പുറത്ത് കാണുന്നത്. പന്നികളെല്ലാം കൂടെ കൂട്ടം കൂടിയിട്ട് ആക്രമിക്കാൻ നോക്കുന്നത്. ഈ 5-നും 10-നും കിടന്നു കൊടുക്കണം. എനിക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെ യാതൊരു ഹിസ്റ്ററി ഇല്ലാത്ത എനിക്ക് എത്ര ധൈര്യം വരണം എന്ന് ആലോചിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ. പിന്നെ നീയൊക്കെ പറയുന്നതാണ് അങ്ങോട്ട് ഒരു ക്യാമറയും ഒരു മൊബൈലൊക്കെ എടുത്ത് തൂക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം ഷെബീന ബീബി അങ്ങ് തീർക്കും. ഞാൻ ഷെബീന ബീബി, എടി ഷെഫീന ബീബി, ഞാൻ മുണ്ടോ. ഇങ്ങനെ അല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇറങ്ങി കളിക്കുന്ന ആളാ, ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളാ. എന്റെ അടുത്ത് നീ എന്തൊരു കൂട്ട ഹർജി കൊടുക്കുന്ന, എന്തൊരു കൂട്ട ഹർജി. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഞാൻ ഈ പറയുന്ന വടച്ചേച്ചി ചെയ്തതുപോലെ 3 വട്ടം 3 കുട്ടികളെ കൊന്നവളല്ല, 3 പ്രാവശ്യമാണ്. 3 വട്ടം അബോർഷൻ എന്ന് പറയുമ്പോൾ 3 പിഞ്ച് ജീവനുകളെ അവരുടേതല്ലായ കാരണത്താൽ അവരുടെ ഒരു പെർമിഷനും ഇല്ലാതെ ഭൂമിയിലേക്ക് ജനിച്ചിട്ടില്ല, വൈകി തന്നെ ഉണ്ടായിരുന്നു, ജനിക്കേണ്ടി വന്ന ആ കുഞ്ഞുങ്ങളെ, കുരുന്നുകളെ അവരുടെ സമ്മതമില്ലാതെ അതിക്രൂരമായിട്ട് നിങ്ങൾ അബോർഷൻ സെഗ്മെന്റ് നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മനുഷ്യനോ മൃഗം നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റ. ഞാൻ അങ്ങനെ ഒരു വൈദഗ്ധ്യം മുന്നോട്ട് വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു. എനിക്ക് വിധവയാണ്, എനിക്ക് തിന്നാൻ പൈസ ഇല്ല, എന്റെ കുടിച്ചട്ടൻ കാലിന്റെ ഇടയിൽ ഇരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും തരൂ എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിയുമോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഒന്ന് പറയാത്തത് വിധവാ കാർഡ് എന്ന സിസ്റ്റം അവിടെ ഞാൻ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചിന്നക്കടവടി ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അതിന് ചിന്നക്കടവടി സമാധാനം പറയണം. കാരണം കേസ് നമ്പർ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തിട്ട് എന്നെ വ്യക്തി അധിക്ഷേപം ചെയ്ത് തെളിവുകൾ ഒന്നായി തരുന്ന ചിന്നക്കടവടിക്ക് എന്റെ നടുവിൽ നമസ്കാരം. നന്ദി. നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഒരു രൂപവുമില്ല. ഐ വെരി ഹാപ്പി വിത്ത് യു. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. മോളെ, നീ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമുണ്ട്, ഒരു ജമണ്ടൻ സാധനം. അത് ഞാൻ നിന്റെ അണ്ണാക്കി കൊണ്ടു തരും. അന്ന് കുറച്ച് കാര്യം നിനക്ക് മനസ്സിലാവും. നീ എന്തിനത് ചെയ്തു എന്നൊരു തോന്നലുണ്ട്. നമ്മൾ എന്തിനാ ഇതിനിറങ്ങി എന്നൊരു വിചാരം ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ നിന്നെ കൊണ്ടു നിർത്തും. ഞാൻ വട വിൽക്കാൻ പോയിട്ടില്ല. ഞാൻ ഇതുപോലെ കണ്ടവന്മാരുടെ തോളി തൂങ്ങി ആടി കിണഞ്ഞടിഞ്ഞടിഞ്ഞാടി അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കാൻ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ട കിട്ടാനേ? എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ഇപ്പോൾ റീസെന്റ് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിനകത്ത് വന്നൊരു കമന്റ് ആയിരുന്നു, ചിരിച്ച് മരിക്കാനുള്ള സാധനം. അവളുണ്ടല്ലോ, അവള് ലിപ്സ്റ്റിക് ഇട്ടുണ്ട് വരും. ലിപ്സ്റ്റിക് ഇടുന്നൊരു കുഴപ്പ അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നു. കരിയും വരച്ച് ലിപ്സ്റ്റിക് ഇട്ട് പുട്ടിയിട്ട് വരും. വിനാശകാലേ വിപരീത ബുദ്ധി. കാണാനല്ലേ ഞങ്ങളുടെ തലകൊണ്ട് വരുന്നത്. കണ്ടിട്ട് കുറ്റം പറയണ ഒരു പ്രത്യേകത. പിന്നെ അടുത്തത് താഴോട്ട് കാണുന്നത്. താഴോട്ട് കാണിക്കാൻ തയ്യാറായി ഒരുപാട് എണ്ണം ഇരിപ്പില്ല. നീ അതൊക്കെ പോയി കാണും. എല്ലാം സിമിലർ ആണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.
സ്വന്തം ഭർത്താവിനെയോ കുട്ടികളുടെയോ മുഖമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയോ പേരോ അഡ്രസ്സോ പറയാൻ കഴിയാത്ത ഒരു സ്ത്രീയെ സപ്പോർട്ടിന് കൂട്ടുപിടിക്കേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലാണ് വാടയുള്ളത്. ഷെബീനക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല. എനിക്കും തോന്നിയത് അപ്പുറത്ത് വന്നാൽ അവിടുന്ന് ചുമ്മാ ഇങ്ങോട്ട് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി. ഇവിടുന്ന് ഡബിൾ ബാരൽ അടി അങ്ങോട്ട് കൊടുത്തിരിക്കും. അതിൽ തർക്കമേ വേണ്ട. അടി അവിടുന്ന് അവരങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് നോക്കണം. ആ ഒരു സ്പേസ് മതി. ആ സ്പേസിൽ ഇവിടുന്ന് ചെറുപറ കിട്ടും അങ്ങോട്ട്. അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.